ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രാഫി. ഞങ്ങൾ രണ്ടും ഇന്നൊരു ഹൈക്ക് ചെയ്യാൻ വന്നേക്കുവാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം നമ്മൾ ഹൈക്ക് തുടങ്ങാൻ പോവാണ്. കുറേ കാലമായി ഞങ്ങൾ ഒരു ഹൈക്ക് ചെയ്തിട്ട്. പൊതുവേ നമ്മൾ മൂടിക്കെട്ടിയാണല്ലോ ഹൈക്ക് ചെയ്യാൻ പോവാറ്. ഇന്ന് 25 degrees ആണ്. അപ്പോൾ അടിപൊളി വെതറാണ്. ഡു യു നോ വിച്ച് ഹൈക്ക് വി ആർ ഡൂയിങ് ഡാൻ? We're doing Van Ned. ഒരു വെൽഷ് പേരാണ്. ആ ഹൈക്കിൻ്റെ പേര് വെൽഷിലാണ്. അതാണ് ഡാൻ പറഞ്ഞത്. Okay, let's start the video. I like that. Let me lock the car. There's a sheep there. Sheeper. I wonder if you're on the camera. Lamb and a sheep. Okay. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ചൂടായിരുന്നു, നല്ല പാടാ കയറാൻ. ഇവിടെ കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ രണ്ട് സൈക്ലിസ്റ്റുകൾ പതുക്കെ കയറി വരുന്നുണ്ട്. കയറ്റമായതുകൊണ്ട് അവർ ഭയങ്കര പതുക്കെ ചവിട്ടണേ ആയിരിക്കും. 2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഹൈക്ക്. Hello, sheepers. You've got a beautiful coat. അയ്യ, പേടിച്ച് പോയി. ടാറ്റാ, പിന്നെ കാണാം. ഞങ്ങൾ വഴി ഏതാണെന്ന് നോക്കാമെന്ന് പോസ് ചെയ്തേക്കാം. ഇവിടെ അങ്ങോട്ട് ഒരു ഡൈവേർഷൻ ഉണ്ട്, പക്ഷെ ക്ലിയർ പാത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അതാണോ ഡൈവേർഷൻ എന്ന് പറഞ്ഞൂടാ. ഭയങ്കര ചൂട്, വെയിലെവിടെയാ? സൂര്യനങ്ങ് ഉച്ചസ്ഥായിൽ. ഡാനിയിൽ വഴി നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, ഷീപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ സ്നാക്സും ഫുഡൊക്കെ എടുക്കാറുണ്ട് വരുമ്പോൾ. ഇനി എവിടെയെങ്കിലും ഒരു സ്പോട്ട് കിട്ടുമ്പോൾ അവിടെ ഇരുന്നിട്ട് സ്നാക്സും ഫുഡും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. മഴയായാലും മഞ്ഞായാലും വെയിലായാലും വെള്ളവും സ്നാക്സും എടുക്കണം ഏത് ഹൈക്ക് പോകുമ്പോഴും. ഞാനിൽ ഇപ്പോഴും വഴി നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഈ കുന്നും മലയും സൈക്കിള് ചവിട്ടി കയറുന്നൊരു ചേട്ടൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. കൂടെ ഒരാളും കൂടി ഉണ്ട്, പക്ഷേ അയാൾ ആരാന്ന് പറഞ്ഞോളൂ. പക്ഷേ അവർ കുറച്ച് പുറകിലാണ് ബൈക്കിൽ നിന്ന്. അവരൊന്നിച്ച് വന്നതാണ്. സമ്മതിച്ചു അവരെ. എന്തൊരു പാടാ, പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല രസമായിരിക്കും. കയറ്റം കയറുന്നത് പാടുണ്ടാവുള്ളൂ. പുള്ളിക്കാരനൊരു മൗണ്ടൻ ഗ്രാവൽ ബൈക്കാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഈ ഹൈക്കിൽ നമ്മൾ 2 സമ്മിറ്റ് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹൈക്കായത്. ഇവിടെ ഇഷ്ടംപോലെ ഷീപ്പും കൂടെ തന്നെ ലാമ്പ് നടക്കുന്നുണ്ട്. ഒരുപാട് ലാമ്പുണ്ട്. കുഞ്ഞ് ബേബി ഷീപ്പും അമ്മ ഷീപ്പും. എൻ്റെ പൊന്നോ, എത്ര കുഞ്ഞ് ബേബി. എന്ത് രസമാണ്. അവർ പേടിച്ച് ചാടി അപ്പുറത്തോട്ട് പോവുക. നമുക്ക് പോവാം, അവരെ പേടിപ്പിക്കണ്ട. So hot. Nice though. There you go, thank you, love. Is that the cyclist over there? Yeah. It's actually a proper cycle path, I think, for them too. Yeah, that's great, yeah. Do you want anything to eat or drink? I'm good. Okay. Can I have one more sip of the water, please? Thank you. I think we should have brought 2 bottles. This is what's wrong. What time is it now? 9:49 or 9:45. That's wrong, right?
Yeah, Nine. you never changed it when the clock changed. There we go. 9:50. Guys, he's fucking nuts. My watch is deliberately set 5 minutes 5 minutes what? ahead. Okay. So like, I'm never late. Good to go? Yeah. Mm-hmm. Let's go. Yeah, crack on. It goes off in like different prongs. So ഞങ്ങൾ That's why I think. Don't quote me on that. Dan calls. Dan പറയുന്ന ഈ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടല്ലോ രണ്ട് ടൈപ്പ് ടേണിങ് അതിനെ ഫോക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ റൈറ്റ് ടേൺ എടുത്ത് ഫോറസ്റ്റിലോട്ട് പോവുകയാണോ? Are we going into the forest? Because Yeah. it doesn't look like we are You're right. allowed inside. Let's see what the signs say. ഫോറസ്റ്റിനുള്ളിലാണോ സൈഡിൽ കൂടെയാണോ പോകണമെന്ന് നമുക്കിപ്പോൾ കാണാം. ഓക്കെ. അവിടെ ഷീപ്പ് കരയുന്നുണ്ട്. നമ്മളൊരു കയറ്റമൊക്കെ കയറി റെസ്റ്റ് എടുത്തു, വെള്ളം കുടിച്ചു, ഒരു കയറ്റം കയറി. ഈ റൂട്ടിൽ കൂടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇതായിരുന്നു നമ്മുടെ പ്ലാൻഡ് പാത്ത്. നമുക്ക് നോക്കാം. Person's big on the spot. അതെന്നാ പരിപാടിയാല്ലേ? പോകാൻ പറ്റില്ല. എന്തോ ഇവിടെ ഫോറസ്റ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. സം സോർട്ട് ഓഫ് വർക്ക് ഇൻ ദ ഫോറസ്റ്റ്. Yeah. എഴുതിയിട്ടുണ്ട് ക്ലൈംബ് ഓവർ ചെയ്യാതെ. അപ്പം നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ അവിടെ വിടത്തില്ല. സോ I mean, do you want to just go anyways? Huh? Do you want to just go anyways? no. No? Why do we have to? Don't have to. Just go up the hill now. Go. But the forest. It's okay. They say so. No unauthorized persons allowed beyond this point. Warning operations. Forest operations. Some European company as well. Let's go. So, if we take the other turn, will we reach the summit? So, you need to check it. Do not start fire. Okay. കുറച്ച് തണൽ കിട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ പോകാമെന്ന് വിചാരിച്ചേ, പക്ഷെ അതിന് സമ്മതിക്കില്ല. വെയിലെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. Yeah, I don't think it's the way anyway. So. Do you miss it? No, I think it's another fork up the road. നമുക്ക് വഴി തെറ്റിയെന്നാണ് ഡാൻ ഇപ്പോൾ പറയുന്നത്. It added drama to the video. I am still on recording. Yeah, so. Shush. നമ്മൾ കുറച്ചും കൂടെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കറക്റ്റ് വഴി കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. മമ്മ ഷീപ്പ്, ബേബി ഷീപ്പ്, പേടിച്ച് ഓടുന്ന ഷീപ്സ്. Tata sheeps. Bye-bye. Danny boy, you're on 3 eggs. Oh God. Don't do that. Oops. Do you want to carry the bag for a bit? മലയുടെ മണ്ടയ്ക്കോട്ടാണ് നമ്മൾ പോകുന്നത്. Beautiful mountain. എൻ്റെ ലാംഗ്വേജ് മനസ്സിലാവില്ല. ഷീപ്സ്. ഞങ്ങൾ ചെറിയൊരു ബാഗ് കൈമാറ്റം കഴിഞ്ഞു. കുറച്ച് ഇറങ്ങി ഈ വെയിറ്റ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾക്കുള്ള ഫുഡും വെള്ളമൊക്കെയാണ്. ഞങ്ങൾ വൈൽഡ് ക്യാമ്പൊക്കെ പോകുമ്പോൾ ഈ ബാഗാണ് യൂഷ്വലി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധാ ഹൈക്ക് ചെയ്യുമ്പോൾ ഇത് ബാക്കിൽ ഇതും കൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രാക്ടീസ് ആവുമല്ലോ വൈൽഡ് ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെയിറ്റ് കാണും. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണിത്. ഇതിലിപ്പോൾ വെയിറ്റ് ഒന്നുമില്ല, കുറച്ച് സ്നാക്കും കുറച്ച് ഫുഡും. ഓക്കെ. ആ മലയുടെ മണ്ടയ്ക്കൊത്താണ് നമ്മൾ പോണേ. അമ്മച്ചി Give me a hug.
Stop scaring the sheep. Oh, it's running for its life now. കുറച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. Is that yours? Can I have this one? Yeah, it's yours, yeah. ഭയങ്കര വെയില്. ഇനിയും കുറച്ചും കൂടെ മല കയറാനുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് It's nice and quiet. It's nice and quiet. ചെറിയൊരു പാർക്കൽ ഇവിടെ ഉണ്ടായിരുന്നു. I have these riders. ഞാൻ ഹൈക്ക് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഈസി പ്രോട്ടീനും ഈസി ഷുഗറും എടുക്കും. കാരണം പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോവും. ഭക്ഷണവും വെള്ളവും പിന്നെ വെതർ ഫോർകാസ്റ്റും. Your microphone's going to pick that up. That's fine. വെതർ ഫോർകാസ്റ്റ് എപ്പോഴും നോക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞിട്ടാണ്. was a 1K mode. ഞങ്ങൾ നടന്നു തുടങ്ങി. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇനി സമ്മിറ്റ് എത്തിയിട്ട് കാണാം. കാരണം ഇനി അങ്ങോട്ട് അതികഠിനമായ കയറ്റമാണ്. അപ്പോൾ കയറ്റം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റിപ്പോകുന്ന കാര്യം, അതുപോലെ ഞങ്ങൾ വഴി തെറ്റി കുറേ മല കയറിയായിരുന്നു. അതിന് ശേഷമാണ് ആക്ച്വൽ റൂട്ടിൽ ഇപ്പോൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വെള്ളം തീരാറായായിരുന്നു, തൊണ്ടയൊക്കെ വരണ്ട് പോയായിരുന്നു. എന്നാലും ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സൈൻ ബോർഡ് ഉണ്ടായി, അത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ വഴിയൊന്നുമില്ല. മലയുടെ മണ്ടയ്ക്ക് പോകണ്ടേ, അങ്ങോട്ട് എത്തുമായിരിക്കും, നോക്കാം. സൈൻ പോസ്റ്റ് ഉണ്ട്, പക്ഷെ അതിന് തലയൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ക്ലിയർ ഒരു പാത്ത് കിട്ടിയില്ല. ഡാനിയല പാത്തൊക്കെ കറക്റ്റ് നോക്കാം, ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ പോകലേ ഉള്ളൂ. Nothing on it? Route map? ഒരു പോസ്റ്റ് ഉണ്ട്. ഒരു ചാല ഒഴുകുന്ന സ്ഥലമാണ്. അത് കാരണം വടി ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ അറിയാം കുറച്ച് ഇളകി കിടക്കണം. ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ പോസ്റ്റ് been there for years, ages, I guess. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അടുത്തുനിന്ന് തോന്നും, പക്ഷെ നടന്നു കഴിയുമ്പോൾ ഒരുപാട് ദൂരം എത്തും. So have you reached the summit yet? No, we got to go all the way up there. All the way up there. നമുക്ക് ഈ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട്, So അത് ക്രോസ് ചെയ്യണം. I'm just going to poke the ground a bit. അതാണ് നമ്മളിപ്പോൾ കുത്തി ഗ്രൗണ്ട് സ്റ്റഡി, അല്ലെങ്കിൽ നമ്മൾ താന്നു പോകും കുറച്ച്. ഈ സ്ട്രീം ക്രോസ് ചെയ്തിട്ട് ആ ഫെൻസിൻ്റെ സൈഡിൽ കൂടെ പോകാനാണ് നമ്മുടെ പ്ലെയിൻ. That's easier than you thought? Whoa, that's not bad. Oh, look at that. It's nice. A sheepy! എന്ത് രസമല്ലേ വെള്ളം ഒഴുകണ കാണാൻ. That's a nice stream. Yeah. ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ബോഗിയായിരിക്കും ഇതിലെ കൂടെ നടക്കാൻ. പക്ഷെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് കുഴപ്പമില്ല. So good. Can I cross? Yeah. ഡാനിയലിൻ്റെ 1965 ക്യാമറയിൽ നമ്മുടെ ഷീപ്പീസിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുക. എനി ചാൻസ്? ഫിലിം ക്യാമറ, അപ്പോൾ നമുക്ക് ഫോട്ടോ കിട്ടിയോ ഇല്ലയെന്ന് പിന്നീട് അറിയാൻ പറ്റും. ക്ലിക്ക്.
Hey, hey. Oh, I stood up too quick. Oh, take your time. ഇത് രസമല്ലേ വെയിൽസിൽ ഹൈക്ക് ചെയ്തിട്ട് ഇത്രയും എനിക്കൊന്ന് സ്നോഡോണി ഹൈക്ക് ചെയ്തപ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷേ സമ്മറിൽ ഹൈക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനത്തെ വെതർ കിട്ടുന്ന ഭയങ്കര റയറാണ്. സമ്മർ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇത്രയും ചൂട് ഇത്രയും നല്ല ടെമ്പറേച്ചറുള്ള ദിവസം ഞങ്ങൾ ഹൈക്ക് ചെയ്യൽ കുറവാണ്. എന്തൊരു ചൂടായിരുന്നു. ചൂടത്ത് ശരിക്കും ഹൈക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെതർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെന്ന് തോന്നുന്നു. ക്ലൗഡി ആണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. സ്റ്റോമും മഞ്ഞും ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട. ഇപ്പം ചൂടാണെങ്കിൽ അതും സഹിക്കാൻ പാടാ. You're crossing the fence. Must be boggy there. It is there. Yeah, there's As well. another. Oh, cool. I It saw looks a that. little less boggy here. How are you feeling? അമ്മേ അമ്മച്ചി അപ്പച്ച അയ്യോ ഭയങ്കര ചൂട്. ചത്ത് 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 ചത്ത്. അയ്യോ 5 മിനിറ്റ് അതായത് നമുക്ക് ബാക്കി കയറാം. Oh, look at that view. ഡാനിയൽ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ തോളത്തെ ബാഗും ഉണ്ടായിരുന്നു. ബാഗ് ഞാനും കൂടി ഇവിടെ എത്താൻ ഒരു 5 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. We just gotta get up there. അയ്യോ അമ്മേ. ഞങ്ങൾ എത്തി. പക്ഷേ ഇവിടെ ചുറ്റും ആൾക്കാരാ. ഇവന്മാരും മാറി തരുമെന്ന് തോന്നുന്നില്ല ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഞങ്ങളെന്തായാലും എത്തിയെന്ന് കാണിക്കണ്ടേ. ഒരു വല്ലാത്ത ഹൈക്കായിപ്പോയി. കുറച്ച് സംസാരമാണ് അവർ, വർത്തമാനമാണ്, ഒരു ഗ്യാങ്ങാണ്. എനിവേസ് നമ്മളിവിടെ എത്തി. ഇനി നമ്മൾ വന്ന വഴി തന്നെ ആയിരിക്കും തിരിച്ചു പോണേ. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറക്കമായിരിക്കും, ഇത്രയും പാട് കാണത്തില്ല. ഡാനിയലിൻ്റെ പേരൻസിന് ഇതുപോലൊരു പട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഹൈക്കിനായിരുന്നു. അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. Oh, sweet dog. Oh, that made me feel bad. തിരിച്ചു എഴുതുന്ന വഴി കുറച്ച് ബോധം കിട്ടി. ഈ ക്യാമറയിലൊന്നും ഒപ്പിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. ഭയങ്കര ഇറക്കത്തിലാണ്. Woohoo! They are gone. Those people are gone. They're hidden. Maybe. Yeah. I want to try and keep ahead of them. ഈ കയറി വരുന്ന എന്നെ നിങ്ങൾക്ക് കണ്ടൂടെ? ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി മൊത്തത്തിൽ പോയി. എന്ന് വെച്ചാൽ നമ്മൾ ആ കയറിയ കയറ്റം മൊത്തം ഇറങ്ങി, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും കയറാനുണ്ടായിരുന്നു കുറേ ഹൈറ്റിലോട്ട്. നമ്മളന്ന് ഏകദേശം 15 കിലോമീറ്റേഴ്സ് 15.78 കിലോമീറ്റേഴ്സ് നമ്മളന്ന് നടന്നായിരുന്നു. ഇതിനുശേഷം എൻ്റെ കിളി മൊത്തം പാറി. പിന്നെ ലേശം കിളി തിരിച്ചു കിട്ടിയത് KFCയിലെത്തി കുറച്ച് ഭക്ഷണവും വെള്ളവും ഉള്ളിലേക്ക് കയറ്റിയപ്പോഴാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ അടിപൊളി ഹൈക്കിംഗ് വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.